മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയ്ക്കും കുടുംബത്തിനും കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി. കോഴിക്കോട് ഫറൂഖിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധിക സരോജിനിയുടെ വീട്ടിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചത്. പണമടയ്ക്കാൻ നിവൃത്തിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു മാനുഷിക പരിഗണനയും അധികൃതർ ഇവരോട് കാണിച്ചില്ല എന്ന് കുടുംബം പരാതിപ്പെടുന്നു. ഏത് നിമിഷവും നിലംപതിക്കാറായ ഈ ഒറ്റമുറി വീട്ടിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയായ സരോജിനിയും കുടുംബവും താമസിക്കുന്നത്. അമ്മയുടെയും മകന്റെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സരോജിനിയുടെ മകനായ കൂലിപ്പണിക്കാരൻ സുനിൽ. മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് മുന്നറിയിപ്പില്ലാതെ വാട്ടർ അതോറിറ്റി വീട്ടിലെത്തി കുടിവെള്ള കണക്ഷൻ കട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്, മോന് സുഖമില്ലാത്തതുകൊണ്ട് അവനാ കഴിഞ്ഞതാ ഒരു കാലി ഇതായതാ. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലായെന്നാണ് ഇത് കട്ട് ചെയ്ത് ഊരിക്കൊണ്ടുപോയത്. ഒരു ഇവിടെ വെച്ച് പെട്ടെന്ന് പിന്നെ വരാമെന്ന് കഴിഞ്ഞില്ല. ഞങ്ങളൊരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. വെള്ളം ഞങ്ങൾ അവിടുത്തെ കിണറിൽ നിന്നൊക്കെ എടുക്കണ വെള്ളം ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വീടിനാണെങ്കിൽ പിന്നെ ലോണൊക്കെ ആയതുകൊണ്ട് ആരടക്കില്ല. അവൻ ഞാൻ മോന് സുഖമില്ലാത്തതിനോണ്ടും പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതിനോണ്ടും ഒരുപാട് ഒരു കഥയാണ്. കുടിവെള്ളം മുടങ്ങിയതോടെ കിലോമീറ്ററുകൾ താണ്ടി വെള്ളമെടുക്കേണ്ട സ്ഥിതിയാണ് ഈ കുടുംബത്തിന്. മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയായ സരോജിനിയും അസുഖബാധിതനായ 2 വയസ്സുകാരനും അടങ്ങുന്ന കുടുംബത്തിനോട് വാട്ടർ അതോറിറ്റി കാണിച്ചത് കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് നാട്ടുകാരും പറയുന്നു. ഈ ചെങ്ങായിക്ക് മാസത്തിലൊരു പണി ഉണ്ടാകുക. ഈ മാസത്തിലൊരു പണിയുണ്ട് ഈ സുഖമില്ലാത്ത അമ്മ നോക്കാനും ഈ സുഖമില്ലാത്ത കുട്ടീനെ നോക്കാനും പൈസ കിട്ടില്ല. ഇതിൽ എസ്സിൻ്റെ ആൾക്കാരാണ്. എസ്സിൻ്റെ പല ഫണ്ടുകളും ഇവിടെ ഉണ്ട്. അതായത് എസ്സിൻ്റെ ഫണ്ട് കൊടുക്കേണ്ട ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഫണ്ട് കൊടുക്കണം. അതായത് ഒരു കുടം വെള്ളത്തിന് ഇവിടുന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരം പോകണം. ഈ കുട്ടിക്ക് എന്താ വയ്യാനുഭവത്തോ പാഞ്ഞെത്തണം. എല്ലാ ബുദ്ധിമുട്ടുകളും ഓനുണ്ട്. ഈ കരയാണ്. ഓൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യായിട്ടാണ് നമ്മളിവിടെ വന്നത്. വെള്ളം അടിച്ചില്ലേ, പൈസ ഇല്ലേ, വെള്ളം കുടിക്കേണ്ട, നിങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളി, അതാ തീരുമാനം. ST വിഭാഗത്തിൽപ്പെട്ട ഈ നിർധന കുടുംബത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതൊക്കെ നിഷേധിക്കപ്പെടുമ്പോഴാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഈ കുടുംബം ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഔദാര്യത്തിനായല്ല കാത്തിരിക്കുന്നത്. അവർക്ക് അവകാശപ്പെട്ടതാണ് അവർ ചോദിക്കുന്നത്. ഇനിയെങ്കിലും അത് നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അതവർക്ക് നൽകിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. ഫറൂഖിൽ നിന്നും ക്യാമറമാൻ അമലിനൊപ്പം അനഘ ഹർഷൻ, ജനം. വിവരങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വാട്ടർ അതോറിറ്റി കണ്ണിൽ ചോരയില്ലാത്ത നിലയിലുള്ള പെരുമാറ്റം, മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധിക, അവരുടെ വീട്ടിലെ കുടുംബം, അവരുടെ നിസ്സഹായാവസ്ഥ എല്ലാം നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറിയത്? അവർ നേരിട്ട് മനസ്സിലാക്കിയതാണ്, ആ വീടിൻ്റെ ദുരിതം മനസ്സിലാക്കിയതാണ്, അല്ലെങ്കിൽ ഇത്ര സമയത്തിനകം നിങ്ങൾ താമസിയാതെ അതിൻ്റെ കരമടയ്ക്കണം എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥിതി കാണിക്കാതെ അവർ കൃത്യമായി വാട്ടർ കണക്ഷൻ തന്നെ വിച്ഛേദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അനഘ. ഈ വാട്ടർ അതോറിറ്റി ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ്, ആ നിർധന കുടുംബത്തിനോട് ഒരു അറിയിപ്പ് പോലും നൽകാതെയാണ് ഒരു സുപ്രഭാതത്തിൽ വന്ന് വീടിനോട് ചേർന്നുള്ള ആ പൈപ്പ് കണക്ഷനിലുള്ള വെള്ളത്തിന്റെ കണക്ഷൻ റദ്ദ് ചെയ്ത് വാട്ടർ അതോറിറ്റി അംഗങ്ങൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ പണമടച്ചാൽ വെള്ളം ഞങ്ങൾ തിരിച്ച് പുനഃസ്ഥാപിച്ചു കൊടുക്കാം എന്നാണ്. അതായത് അതിലാഘവത്തോടെ ഒരു സഹതാപം, അല്ലെങ്കിൽ അത്ര ദയനീയ അവസ്ഥയിലാണ് ആ കുടുംബം. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്. ഏത് നിമിഷവും നിലംപതിക്കാറായ ഒരു വീടാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വീടിലൊരു ബാത്റൂം ഇല്ല എന്നതാണ്. നമ്മുടെ നിലവിലെ സർക്കാർ അടക്കം കുത്തിഘോഷിക്കുന്നതാണ്, കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ബാത്റൂം ഇല്ലാത്ത ഒരു വീട് സർക്കാരിന്റെ കീഴിൽ ഇല്ല എന്നൊക്കെ കുത്തിഘോഷിക്കുന്ന ഒരു സർക്കാരുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഒരു വീട്ടിൽ ഒരു പ്രായമായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വയോധിക താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു ബാത്റൂം സൗകര്യം ഇല്ല എന്നതാണ് നമ്മൾ ഇന്നലെ പോയപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത്. അവരോടാണ് ഈ വാട്ടർ അതോറിറ്റി ഒരു ദയവും കാണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് വീടിനോട് ചേർന്നിട്ടുള്ള ഈ വെള്ളത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഈ പണമടച്ചാൽ ഞങ്ങൾ വെള്ളത്തിന്റെ കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാമെന്ന ഒരു മറുപടിയാണ് വാട്ടർ അതോറിറ്റി നൽകുന്നത്. സത്യത്തിൽ ഇവരെ ST വിഭാഗത്തിൽപ്പെട്ട കുടുംബമാണ്. അവർക്ക് നിരവധി ഫണ്ട് വരുന്നുണ്ട്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന
മുനിസിപ്പാലിറ്റിയാണ് അവിടെ. ആ തരത്തിലും ഒരു ആനുകൂല്യവും ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വീട് പുതുക്കി പണിയാനായി ഇവർ അപേക്ഷയുമായി മുനിസിപ്പാലിറ്റിയെ സമീപിച്ച സമയത്ത് അതിനുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തികഞ്ഞ അവഗണനയാണ് ആ കുടുംബത്തോട് അധികൃതർ കാണിക്കുന്നത്. നാട്ടുകാരാണ് ഇടപെട്ട് ഇവരുടെ ഈ പ്രശ്നം പോലും ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ വെള്ളത്തിനായി കിലോമീറ്ററുകൾ ദൂരം താണ്ടി വേണം ഇവർക്ക് ഒരു കുടം വെള്ളവുമായി വീട്ടിലേക്ക് വരാൻ, പാചകം ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊന്നും നടക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രതികരണം തന്നെയാണ്. ഒരു മാനുഷിക പരിഗണനയും ഒന്നും നൽകാതെ നിങ്ങൾ പണമടച്ചാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, ആ ഒരു നിലപാടാണ് വാട്ടർ അതോറിറ്റി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അധികാരികൾ കൃത്യമായി ഇടപെടണം. കാരണം 70 വയസ്സ് കഴിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വയോധികയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവരോടാണ് ഈ കണ്ണില്ലാത്ത അധികൃതരുടെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത. ഈ വെള്ളം പണം അടച്ചില്ലെങ്കിൽ അവർ വെള്ളം കുടിക്കാതിരുന്നോട്ടെ എന്നൊരു നിലപാട് പോലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മുടെ ഈ കേരളത്തിലാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ നാട്ടുകാർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവർ ഈ വിഷയം മനുഷ്യാവകാശ കമ്മീഷനെ അടക്കം ചൂണ്ടിക്കാണിക്കാനുള്ള, അവർക്കടക്കം പരാതി നൽകാനുള്ള ഒരു നീക്കത്തിലാണ്. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെടും. ഇവർക്ക് അങ്ങനെയെങ്കിലും ആ രീതിയിലെങ്കിലും ഒരു നീതി കിട്ടണം എന്നാണ് നാട്ടുകാരും പറയുന്നത്. അപ്പോൾ അനഘ, ഒരു കാര്യം, ഈ ഇവിടുത്തെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഈ വാർത്തയെ തുടർന്ന്? ഇവരോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് അവരൊന്നും ഇവരുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇവരുടെ ഭാഗത്തുനിന്ന്, പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ കുടുംബം, ആ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ, ഏത് സമയവും നിലംപതിക്കാറായ ഒരു വീട്ടിൽ ആ കുടുംബത്തിന് ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നില്ല. മാത്രമല്ല 1-2 ദിവസമല്ല, 2-3 മാസത്തോളമായി ആ വീടിന്റെ ഈ ജല കണക്ഷൻ കട്ട് ചെയ്തിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന്, പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ സങ്കടകരം. നമ്മൾ ആ പ്രദേശത്തുള്ള ചിലരുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ പഞ്ചായത്തിലെ അധികൃതർക്ക് ഏതെങ്കിലും തരത്തിൽ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുമായി അത്തരത്തിൽ ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമാണ് പലപ്പോഴും ആനുകൂല്യങ്ങൾ നൽകുന്നത്. അങ്ങനെ സെലക്റ്റീവായിട്ട് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു നടപടിയും ഈ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. അത് നമുക്കും പോയ സമയത്ത് ഈ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായത്. അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ഒരുപാട് ഫണ്ട് ഈ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഫണ്ടിൽ ഏതെങ്കിലും ഉൾപ്പെടുത്തി ഇവരുടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയും. പക്ഷെ ഇവരാരും തന്നെ ഇവരുടെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു ഗതി വരുന്നത്. മാത്രമല്ല ആ വീട്ടിലെ ഈ സരോജിനിയുടെ മകൻ ഒരു അസുഖബാധിതനാണ്. 2.5 വയസ്സുള്ള ആ കുഞ്ഞിന് കാലിന് ശേഷിയില്ല. ഈ കുഞ്ഞിന്റെയുമായി ബന്ധപ്പെട്ട് ദിവസേന മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഈ സരോജിനിയുടെ മകന്. അങ്ങനെ അത്തരത്തിലൊരു അവസ്ഥ, പരിതാപകരമായ അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് അത്. ആ പ്രദേശത്തുള്ളവർക്കും ആ അധികൃതർക്കും പഞ്ചായത്ത് അധികൃതർക്കും ഒക്കെ തന്നെ കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും അവർ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കൈയും കെട്ടി നോക്കി നിൽക്കുകയാണെന്നാണ് നമുക്ക് വളരെ കൃത്യമാണ്. കോഴിക്കോട് ഫറൂഖിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വൃദ്ധയുടെ കുടുംബത്തോട് വാട്ടർ അതോറിറ്റിയുടെ ക്രൂരത അവർ കാട്ടുന്നത്. അവർ പണമടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ആ വീട്ടിലെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്ന വാർത്തയാണ് അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്തത്.